ഇനി ചിലപ്പോ കണ്ടില്ലെന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്താടാ നിന്റെ പ്രശ്നം? എടാ, നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. എടാ, മുത്തശ്ശനും മുത്തശ്ശിയും കസിൻ പിള്ളേരും എല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന്. അതാണോ കാര്യം? അവര് വരട്ടടാ, എല്ലാവരും വരട്ടെ. എന്നിട്ട് അവർക്ക് ഇവിടെ മതി വരും വരെ ഇവിടെ താമസിക്കട്ടെ. എടാ, അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? നീ ഭാഗ്യവാനാടാ. നിനക്കെല്ലാരും ഉണ്ട്. അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്കിൾസ്, ആന്റീസ്, കസിൻസ്. ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. എടാ, എനിക്കാരുണ്ട്? ആ ഒറ്റ കാര്യത്തിലാടാ എനിക്ക് നിന്നോട് അസൂയ. നിന്നെ തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. അതിന്റെ സുഖം നിനക്കറിയില്ല ചങ്കു. എടാ, ഈ ഫാമും ഫാം ഹൗസും എന്റേതാണെന്ന വിശ്വാസത്തിൽ അവരൊക്കെ വരുന്നത്. ഞാനിവിടെ ഭയങ്കര സ്റ്റൈലില് ജീവിക്കുന്നു എന്ന അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പിക്ചർ. ആ പിക്ചർ അതുപോലെ തന്നെ നിലനിർത്താം. ഞാൻ ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പാർട്ട്ണർ, നിന്റെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മാനേജർ. എന്താ? മാനേജരോ? മാനേജർ റോൾ എനിക്ക് വിട്ടുതന്നേരം സാറേ. ഡെന്നി സാറും രവി സാർ ഇതിന്റെ പാർട്ട്നേഴ്സ്. ഡെന്നിസേ, റിസ്ക് അല്ലടാ അത്. എന്തെങ്കിലും പൊളിഞ്ഞ നമ്മൾ പൊളിക്കില്ലടാ. പൊളിക്കും. നമ്മൾ ഉള്ള ദിവസം കൂടെ അടിച്ചു പൊളിക്കും. യെസ്, കുറച്ച് ദിവസങ്ങൾ, അത്രയും കാലമെങ്കിലും ഇതൊരു വീടാവട്ടെ. ഇപ്പൊ ഇതെന്താ, ഒരു കാലിത്തൊഴുത്തിന്റെ അനക്സ്. ഈ ഭൂലോകത്ത് ആരും തേടി വരാനില്ലാത്ത ഡെന്നിസ് എന്ന അനാഥന്റെ കാലിത്തൊഴുത്ത് ഒരു വീടായി മാറുന്നു. അല്ല, കൊട്ടാരം. മോനായി സാർ, ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കാറില്ലേ നമ്മൾ? അതുപോലെ ഒരുക്കണം ഇവിടെ മുഴുവൻ. ഒന്നും കുറഞ്ഞു പോകരുത്. ഓക്കേ? ഓക്കെ സാർ, ഏറ്റു. ഓക്കെ. ഡെന്നിസേ, നീ എന്നെ രക്ഷിച്ചടാ. താങ്ക് യു. നോ ശങ്കു, താങ്ക്സ് നിനക്കാണ് പറയേണ്ടത്. എന്റെ പേരിൽ സർനെയിം എഴുതേണ്ടടുത്ത് ഞാൻ മനസ്സിൽ കോറിയിടാറുണ്ട് ഒരു വാക്ക്: ഓഫൻ. ഡെന്നിസ് ദി ഓഫൻ. അത് ഞാൻ മായ്ച്ചു കളയാൻ പോവാ. ഒരു ഒഴിവുകാലം മുഴുവൻ ഞാൻ സനാഥനാണ്. എനിക്കൊരുപാട് ബന്ധുക്കളുണ്ട്. പിന്നെ ചങ്കു, മറ്റൊന്നുകൂടി നമ്മൾ മറന്നു. പൂച്ച. പൂച്ചേ? പൂച്ചയെ ദൂതായി അയച്ചവൾ എവിടെയോ മറഞ്ഞിരുന്ന് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ മുറപ്പെണ്ണ്. അവളും വരുന്നു. അതെ, അവൾക്കും സ്വാഗതം. ചുവന്ന പരവതാനി വിരിച്ച സ്വാഗതം.